ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ബ്ലോഗ്. അപ്പോ ഇന്ന് എല്ലാവരും കാണാൻ പോകുന്നത് ഈ വണ്ടി തല്ലിപ്പൊളിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ വണ്ടിനെ നമ്മൾ പൊളിച്ച് അടുക്കാൻ പോകണം, മനസ്സിലല്ലേ? എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരും ഈ വീഡിയോ കാണണം. ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി കാണേണ്ട ആൾക്കാർ, ഓല എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാരും ഓല എടുത്തിട്ടുള്ള ആൾക്കാരും ഓല കൊണ്ടു നടക്കുന്ന ആൾക്കാരും. അതായത് ഓലയുടെ ഇന്നേ വരെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒന്നിലും ഓലയെ കുറിച്ച് ഒരു നെഗറ്റീവ് കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് 2 മാസം കഴിഞ്ഞപ്പോൾ മുതൽ കിട്ടി തുടങ്ങിയ പണിയാണ് ഈ ഓലയ്ക്ക്. അതായത് ഇതിന് മുന്നൊരു വീഡിയോ ഇതിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ വണ്ടിക്ക് എല്ലാ സംഭവവും അപ്ഡേഷൻ ആകുമ്പോൾ, അതായത് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആകുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അഡ്വാൻസ്ഡ് ആകും, അതായത് എന്തെങ്കിലുമൊക്കെ പുതിയ ഫീച്ചേഴ്സ് കിട്ടും എന്നാണ് വിചാരിക്കുക. പക്ഷെ ഇവന്മാരുടെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാര് ഫ്യൂച്ചറിലെ തരിക. ഇവന്മാര് അഡ്വാൻസ് ആയിട്ടുള്ളൊന്നുമല്ലേ, ഇവന്മാർ ഇതുവരെ തന്നതിനെ ഇല്ലാതെയാക്കിയാണ് ചെയ്യുക. അപ്പൊ ഇതിനെ തല്ലിപ്പൊളിക്കുക എന്നല്ലാതെ വേറൊരു മാർഗവും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ വണ്ടി എടുത്ത ഡേറ്റ് ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഈ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ എപ്പോഴാണ് ഈ വണ്ടി എടുത്തതെന്ന്. മനസ്സിലായില്ലേ? ഈ വണ്ടി എടുത്ത് 2 മാസം കഴിഞ്ഞതും ഇവരെനിക്ക് ഒരു അപ്ഡേഷന്റെ ഇത് വന്നു. എനിക്ക് രാവിലെ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല. ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ ഇവർ വീണ്ടും അപ്ഡേഷൻ ചെയ്ത് നമുക്ക് തരും എന്നാണ് ഇവർ പറഞ്ഞത്. അതായത് ഇപ്പോ എന്റെ വണ്ടിയിൽ വർക്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും നോർമൽ മോഡ് മാത്രമാണ്. നോർമൽ മോഡ് അല്ലാതെ എനിക്ക് എക്കോ മോഡ് ഇല്ല, സ്പോർട്സ് മോഡ് ഇല്ല, പിന്നെ വന്നിട്ട് ഈ 3 മോഡില്ല. നോക്കിക്കോളൂ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോകണം. പാർക്കിലാണ് കാണിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തു. മൊത്തം 8000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത മൂവ് വോയിസ് ഫോർ സ്പോർട്ട്, അതായത് മൂവ് വോയിസ് പർച്ചേസ് ചെയ്താൽ മാത്രമേ സ്പോർട്ട് മോഡ് കിട്ടുള്ളൂ. ഈ എക്കോ മോഡിലേക്ക് മാറ്റാം. മൂവ് വോയിസ് ഫോർ എക്കോ മോഡ്, അതും നമുക്ക് കിട്ടത്തില്ല. ഇനി അടുത്തത് റിവേഴ്സ് കൺട്രോൾ, അതും കിട്ടത്തില്ല. ക്രൂസ് കൺട്രോൾ, അതും കിട്ടത്തില്ല. റീജൻ, അതായത് ആക്സലേറ്റർ നമ്മൾ അതായത് വേറെ സൈഡിലേക്ക്, അതായത് ആക്സലേറ്റർ കൊടുക്കുന്നത് ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ റീജൻ ആണ്, അതും കിട്ടുന്നില്ല. ഞാൻ ഈ വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിത് എക്സ്ട്രാ പർച്ചേസ് ചെയ്യണോ, അതായത് ഈ സംഭവം, ഈ മൂവ് വോയിസ് എന്ന് പറയുന്ന സാധനം എക്സ്ട്രാ പർച്ചേസ് ചെയ്യണോ എന്നുള്ള കാര്യം ഞാൻ ഇവിടുത്തെ വ്യക്തമായി ചോദിച്ചാണ്. അപ്പോ വേണ്ട സാർ, അത് വേണ്ട സാർ, നിങ്ങൾ ഇത് ഒരു ബേസ് മോഡൽ വണ്ടിയാണ് സാർ, നിങ്ങൾ S1 Pro എടുക്കുകയാണെങ്കിൽ മാത്രം മറ്റേ മൂവ് വോയിസ് പർച്ചേസ് ചെയ്താൽ മതി സാർ, ഇത് കുഴപ്പമില്ല സാർ, നിങ്ങൾക്ക് റീജിയനിലൊക്കെ വർക്ക് ആവുന്നു. ഞാൻ പറഞ്ഞു റീജിയൻ എനിക്ക് പ്രോപ്പർ ആയിട്ട് അതിൽ ആക്ടിവേറ്റ് ചെയ്യാനും ഓഫ് ആക്കാനും ഓൺ ആക്കാനും, റീജിയൻ അഡ്വാൻസ് റീജിയൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്, അത് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റുന്നില്ല. അത് ബാക്കിയുള്ളവരുടെ എന്റെ ഒപ്പം എടുത്ത ഒരുപാട് ആൾക്കാർക്ക് അത് ഓഫ് ആക്കാനും ഓൺ ആക്കാനും ഒക്കെ പറ്റുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ അത് കുഴപ്പമില്ല സാർ, നിങ്ങൾക്ക് റീജിയൻ വർക്ക് ആവുന്നുണ്ട്, അത്രേ ഉള്ളൂ സാർ എന്ന് പറഞ്ഞു. ഞാനത് കാര്യമാക്കില്ല. പക്ഷേ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഇപ്പോ ഒരു 4 മാസമായി വണ്ടി എടുത്തിട്ട്, സത്യം പറഞ്ഞ ഒരു 4 മാസം എനിക്ക് ഈ സംഭവം കിട്ടുന്നില്ല. ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഇവരെന്റെ അടുത്ത് മെയിൽ അയക്കാൻ പറഞ്ഞു. അവരുടെ മെയിൽ ID ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ അയച്ച മെയിലും താഴത്ത് കൊടുക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ ഞാൻ മെയിൽ അയച്ചു, ഒരു റിപ്ലൈ ഇല്ല. ഒരു കേസ് എന്തോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവന്മാർ ഒരു പണ്ടാർ അടക്കിയിട്ട് അയച്ചെന്നല്ലാതെ വേറെ ഒരു പണ്ടാരവും അവന്മാർ തന്നിട്ടില്ല. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഈ വണ്ടിയും കൊണ്ട് ഞാൻ ഇന്നലെ അടക്കം ഞാൻ ഷോറൂമിൽ പോയ ആ മാനേജർ ഭയങ്കര ഫ്ലോപ്പാണ്. ആലത്തൂർ, പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിലുള്ള ഷോറൂമാണ്. അവിടുത്തെ മാനേജർ പക്കാ പോക്കാണ്. അവിടെ വർക്ക് ചെയ്ത സ്റ്റാഫ് അടക്കം ജോലി റിസൈൻ ചെയ്ത് പോയി. എന്ന് വെച്ചാൽ ഈ തെറി കേൾക്കാൻ വയ്യ, നാട്ടുകാരുടെ തെറി കേൾക്കാൻ വയ്യ. മനസ്സിലായില്ലേ? നാട്ടുകാർ തെറി കേൾക്കാൻ വയ്യാതെ അവര് നിർത്തിപ്പോയി. അപ്പൊ മൊത്തത്തില് ഇനിയിപ്പോ എനിക്ക് ചെയ്യാനുള്ളത്, എനിക്ക് ഈ വണ്ടിയിൽ ഒരു ഫീച്ചറും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതായത് 4300 രൂപ ഇനി എക്സ്ട്രാ കൊടുക്കണം. ഈ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് 39,000 രൂപയാണ് അവർ വില പറഞ്ഞത്. അതായത് 1,38,000 രൂപ വണ്ടിയുടെ വിലയും 1000 രൂപ അവർക്ക് വണ്ടി ട്രക്കിൽ കയറ്റി ഇവിടെ കൊണ്ടുതരാനുള്ള ക്യാഷാണ്. അത് ആലത്തൂർ കൊണ്ടുതരാനുള്ള ക്യാഷാണ് പറഞ്ഞത്. പക്ഷെ എനിക്കൊരു ട്രക്കിൽ കയറ്റിട്ടില്ല, ആലത്തൂർ കൊണ്ട് തന്നിട്ടില്ല. ഇവർ ഡിലേ ആക്കിയപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി ചൂടായിട്ട്, ആദ്യമേ ഫ്ലോപ്പാണ്, ചൂടായിട്ട് ഞാൻ അവന്മാരുടെ അടുത്ത് ഞാൻ ഒറ്റപ്പാലം പോയി എടുക്കാന്ന് പറഞ്ഞു. ഒറ്റപ്പാലം പോയി എടുക്കുക ചെയ്തത്. ഈ ഒറ്റപ്പാലം പോയി എടുക്കുമ്പോൾ എന്തിനാ ഒരു 1000 രൂപ കൊടുക്കേണ്ട കാര്യം? ആ 1000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയി, പോട്ടെ, ഞാനത് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇങ്ങനൊരു സംഭവം എന്ന് പറഞ്ഞ് ഞാൻ കുറെ കാലം അവന്മാരെ പിന്നാലെ നടക്കുന്നു. എനിക്കതിന് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ വണ്ടി ദയവ് ചെയ്ത് ഒരാൾക്കാരും, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരായിക്കോട്ടെ, എന്നെ ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ, എന്നെ ഇഷ്ടപ്പെടാത്തവരായിക്കോട്ടെ, ഞാനീ കുടുങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ട് എടുത്ത ഒരു പണ്ടാറടങ്ങിയ വണ്ടിയാണിത്. ഇനി ആരും എടുത്ത് കുടുങ്ങരുത്. മനസ്സിലായില്ലേ? ഇതിനെ മൊത്തത്തിൽ തല്ലിപ്പൊളിച്ച് ഓരോ ഷോറൂമിന്റെ ഫ്രണ്ടിലും ഓരോ പാർട്സ് കൊണ്ട് ഇടാനാണ് എന്റെ തീരുമാനം.
നിങ്ങൾ അത് കമന്റ് വഴി അറിയിക്കുക എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ പറയുന്ന അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ചെയ്യുക. പക്ഷെ എന്തായാലും ഞാൻ ഈ വണ്ടി എടുത്ത് കുടുങ്ങി. ഇനി ഒരു മനുഷ്യന്മാരും ഓല എന്ന് പറയുന്ന സാധനം എടുക്കരുത്. ഞാൻ ഓലന്റെ ഒരുപാട് ഗൂഗിളിലുള്ള ഫോട്ടോസ് കാണിച്ചു കേട്ടോ. ഒരുപാട് ഓലകൾ കത്തുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഓല കത്തി. അവന്റെ പേര് രമേശ് എന്നാണ്, ഉള്ളോടാണ് വീട്. അറിയാത്തണം അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്താ പറയാ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ആ വ്യക്തിയെ നേരിൽ എൻ്റെ വീഡിയോ കൊടുക്കുക, അല്ലെങ്കിൽ ആളെ കാണുന്നത് നേരിട്ട് പോയി കാണാം. പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അവന്റെ വണ്ടി കത്തിയത്. പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന വഴി ആ സാധനം കത്തി. എന്തോ ഉള്ളിൽ വെച്ച് കത്തി, ഒരു അപകടമില്ലാതിരുന്നത് ആരുടെ ബുദ്ധി കത്തി. അപ്പൊ തന്നെ ഒരു വണ്ടി നിർത്തിട്ട് പോയി. മറ്റേത് നമ്മൾ വണ്ടി കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞാലും ഇവർ വന്ന് എടുത്തിട്ട് പോയി നമ്മുടെ വണ്ടി അവിടെ കിടക്കും. വണ്ടി കത്തി എന്ന് പറഞ്ഞാൽ അവരുടെ ഷോറൂമിൽ അപ്പൊ തന്നെ ആള് വന്നു, അപ്പൊ തന്നെ വണ്ടി കയറ്റി കൊണ്ടുപോയി. അപ്പോ ഓല എന്ന് പറയുന്ന ഒരു വണ്ടി ആരും എടുക്കരുത്. നിങ്ങൾക്ക് ഓല വേണമെങ്കിൽ തൊട്ടടുത്തുള്ള തെങ്ങിന്റെ മണ്ടയിൽ പോയി നോക്കുക ഓല. അല്ലാതെ ക്യാഷ് കൊടുത്ത് ഷോറൂമിൽ പോയി പർച്ചേസ് ചെയ്തിട്ട് ഓല ആരും സ്വന്തമാക്കണ്ട. നിങ്ങൾക്ക് വൺ ശോകമായിരിക്കും ഓല എടുക്കുന്നതിൽ. വേറെ ഒരു വണ്ടിയുടെ പേര് ഞാൻ പറയുന്നതുമില്ല ഇലക്ട്രിക്. എന്താ വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ എടുത്തത് ഓലയാണ്. ഓല ഫ്ലോപ്പാണ്. നിങ്ങൾക്ക് ഏതൊരു വണ്ടിയും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഓല മാത്രം ആരും എടുത്തു പോകരുത്. വടി അടക്കം പൊട്ടിയായി. അടുത്ത വടി എടുത്തിട്ടാണ് ഞാൻ തല്ലിപ്പൊളിക്കുന്നവരെ ഉറപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോ ദയവ് ചെയ്ത് ആരും ഓല എടുക്കരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതിന്റെ സർവീസ് അതിലേക്ക് ഇറങ്ങണല്ലോ. സർവീസ് ഇവര് ഫ്രീ സർവീസ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പാലക്കാട് പോയി, ഞാനും എൻ്റെ മോളും കൂടിയാണ് പാലക്കാട് പോയത്. ഇവര് പറഞ്ഞു വൈകുന്നേരത്തെ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ എല്ലാ ഭാഗവും നോക്കൂ. എനിക്ക് ഈ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് കംപ്ലൈന്റ് ഉണ്ട്. ഫ്രണ്ടിൽ ഷോക്കിൽ സൗണ്ട് വരുന്നുണ്ട്, അതായത് സ്റ്റെമ്മിൽ സൗണ്ട് വരുന്നുണ്ട്, പിന്നെ ബാക്കിൽ ഷോക്കിൽ സൗണ്ട് വരുന്നുണ്ട്. മൊത്തത്തിലൊന്ന് ഓവറോൾ നോക്കണം എന്ന് പറഞ്ഞു. ഓക്കെ സാർ, എല്ലാം നോക്കാം സാർ, 780 രൂപയാവും സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫ്രീ സർവീസ് ആണല്ലോ പറഞ്ഞത്. അല്ല സാർ, നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ക്യാഷ് ആണെന്ന് പറഞ്ഞു. ശരി, അത് കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ നമ്മളൊരു പെട്രോൾ വണ്ടി എടുത്താൽ സർവീസിന് കൊണ്ടുപോകുമ്പോൾ ഫ്രീ ആയിട്ട് വാട്ടർ സർവീസിങ് ചെയ്തു. ഇത് അതടക്കമില്ല. ഇവന്മാർ ചെയ്തത് ആകെ ഒരേ ഒരു കാര്യമുള്ളൂ. ആ ചെയിൻ സ്പോക്കറ്റിന്റെ ഭാഗം മാത്രം ഒന്ന് കഴുകി അതിൽ ചെറുതായിട്ടൊന്ന് ലിക്വിഡ് അടിച്ചു. അതായത് ചെയിൻ ഒന്ന് നോയ്സ് മാറാനായിട്ട് ചെയിൻ ഒന്ന് ലൂപ്പ് ചെയ്ത് തന്നു. അത് മാത്രമല്ല. ഈ ചെയിൻ ലൂപ്പറിന് അയറ് വന്ന ഒരു 300 രൂപയാവും ഏറ്റവും നല്ല ചെയിൻ ലൂപ്പറിന്. അതിനുവേണ്ടി ഇവർക്ക് 780 രൂപ അല്ലെങ്കിൽ 800 രൂപ കൊടുക്കേണ്ട കാര്യം എന്താണ്? ഒരു കാര്യമില്ല. മനസ്സിലായി? ഒരു ദിവസം എന്റെ പോയി. അതിനാരും സമാധാനം പറയും? പിന്നെ വണ്ടി എടുക്കുമ്പോൾ പറഞ്ഞത് സർവീസ്, അതായത് സർവീസർ ട്രെയിനിങ്ങിലാണ്. ഡിസംബറിലെ സർവീസർ ഇവിടെ വരുന്നു പറഞ്ഞു. എവിടെ? ആലത്തൂര് വരുന്നു പറഞ്ഞു. ഇതുവരെ കണ്ടിട്ടില്ല. ഇനി എത്ര ഡിസംബർ കഴിഞ്ഞാലും ഇവിടെ സർവീസർ വരത്തുമില്ല. ഏതോ ഒരു ദിവസം പാലക്കാട് നിന്ന് ഏതൊരു സർവീസർ വരുന്നുണ്ട്. അവന്റെ അടുത്ത് വലിയ വർക്കൊന്നും പോകാൻ പറ്റില്ല. വല്ല ബ്രേക്ക് ഷൂ ലൂസ് ആണെന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ പണിയില്ലേ, അതായത് വണ്ടിയിൽ ചെറിയൊരു നോയ്സ് വരുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ പണി, അതായത് എന്തെങ്കിലുമൊക്കെ അഴിക്കണം പറഞ്ഞാൽ അവൻ പറയും സാർ നിങ്ങൾ പാലക്കാട് വന്നു സാർ. എന്തായാലും പാലക്കാട് വന്നാലേ അവർക്ക് ഉപകാരമുള്ളൂ. 700 സംതിങ് രൂപ 800 രൂപ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ പാർട്സിന് വേറെ പൈസ. വെറുതെ ഫ്രീ ആയിട്ടൊന്ന് അവരുടെ കണ്ണ് ഫുള്ളായിട്ട് എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 700 സംതിങ് രൂപ വാങ്ങിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഫ്ലോപ്പാണ് ഈ വണ്ടി. ആരും എടുത്തു പോകരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓല വേണ്ട, ഓല വേണ്ട, ഓല വേണ്ട. ഞാൻ പറഞ്ഞ പോലെ ഓല വേണമെന്നുള്ളവർ അടുത്തുള്ള തെങ്ങിന്റെ മണ്ടയിൽ പോയി നോക്കുക. നല്ല ഓല ഉണ്ടാവും, ഇതിനേക്കാളും നല്ലത്. മനസ്സിലായില്ലേ? അപ്പോൾ ഓല എടുക്കരുത്. ഓല എടുത്ത് കുടുങ്ങിയതിൽ ഒരാളാണ് ഞാൻ. ഇത് എങ്ങനെയെങ്കിലും തല്ലിപ്പൊളിച്ച് ഇടുന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നിങ്ങളുടെ ഈ വീഡിയോന്റെ ബാക്കിൽ ഉണ്ടാവും. ഞാനിത് തല്ലിപ്പൊളിക്കുന്നത് ലൈവായിട്ട് എടുക്കാൻ എൻ്റെ വടി പൊട്ടിപ്പോയി. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ വേറെ വടി എടുത്തിട്ട് വേണം തല്ലാൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓല എടുക്കാതിരിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇതൊന്നും ലൈക്കും ഷെയറും സബ്ബൊന്നും കിട്ടിയും കുഴപ്പമില്ല. മാക്സിമം ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നീ ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എസ്പെഷ്യലി അവർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ അവരുടെ അടുത്ത് പറയാം, ഇന്ന പോലെ ഇന്ന ചാനലിൽ അബു ഐഷു ഷോർട്സ് എന്ന് പറഞ്ഞ ചാനലിൽ അതിന്റെ ഫുൾ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് വഴി തന്നോളൂ, ഞാൻ പറഞ്ഞുതരാം. ഓലയെ മാത്രം എടുക്കരുത്. അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.